ഇപ്പോൾ സ്ത്രീകളുടെ പീരിയഡ്സിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അവരുടെ പീരിയഡ്സ് ഡിലേ ആക്കാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സ്ട്രെസ്സും ഈ പറഞ്ഞ നമ്മളുടെ പീരീഡ്സ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. കാരണം കോർട്ടിസോൾ എപ്പോഴാണ് കൂടുന്നത്, അപ്പോൾ ഓവുലേഷൻ ഡിലേ ആവും. അപ്പോൾ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും ഓവുലേഷൻ ഡിലേ ആവുകയും ചെയ്യും. സോ സ്ട്രെസ് ആൻഡ് മെൻസ്ട്രേഷൻ ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ്. അത് 100% ഡയറക്റ്റ്ലി കണക്റ്റ് ആണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് സംഭവിക്കുന്നത്, അപ്പോൾ ഈ ഹോർമോണൽ ബാലൻസ് ഉണ്ടാവും. ആ ഹോർമോണൽ ബാലൻസിലൂടെ നമുക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് റെഗുലർ ആവുകയും മെൻസ്ട്രേഷൻ റെഗുലർ ആവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴാണോ സ്ട്രെസ് കൂടുന്നത് ആ സമയത്ത് പീരീഡ്സ് ഇറഗുലർ ആയി തുടങ്ങും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ PCOD കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം PCOD റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആണ് താനും. അപ്പോൾ സ്ട്രെസ്സും പീരീഡ്സും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അതിൻ്റെ കാരണം കോർട്ടിസോൾ കൂടുമ്പോൾ ഓവുലേഷൻ ഡിലേ ആകുന്നു എന്നുള്ളതാണ്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ പീരീഡ്സ് റെഗുലർ ആകാനും അവരുടെ മെനിസ്ട്രേഷനിൽ ഓവർ പെയിൻ ഒക്കെ ഉള്ള കാര്യങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. സോ സ്ട്രെസ് ആൻഡ് പീരീഡ്സ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ്.